പി.സി. ജോർജ് കേരള രാഷ്ട്രീയത്തിന് ഏറെ ആമുഖങ്ങളില്ലാതെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ തന്നെ അറിയാവുന്ന ഒരു നാമധേയമാണ്. തൻ്റെ നിയോജകമണ്ഡലത്തിലെ വിഷയങ്ങൾക്കൊപ്പം കേരളത്തിലെ പൊതുവായ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടും ആ നിലപാട് പറയുവാനുള്ള ആർജവത്വവുമാണ് പി.സി. ജോർജിനെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും ഇന്നോളം വേർതിരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറെ വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന പൂഞ്ഞാർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അദ്ദേഹം മത്സരത്തിലെത്തുകയാണ്. പൂഞ്ഞാറിനെക്കുറിച്ച്, പൂഞ്ഞാർ ജനതയെക്കുറിച്ച് ഇത്രമാത്രം അറിയാവുന്നൊരു പൊതുപ്രവർത്തനമില്ല. പൂഞ്ഞാറിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അദ്ദേഹം ഷെക്കൻ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ അത് പലർക്കും ഉണ്ടാവും. പക്ഷെ പറയാനുള്ള ധൈര്യം പലരും കാണിക്കാറില്ല. താങ്കൾ ഇതിൽ എനിക്കെന്ത് വരും, നേട്ടമുണ്ടാകുമോ കോട്ടമുണ്ടാകുമോ ഒന്നും ചിന്തിക്കാതെ വിഷയങ്ങളെ കൃത്യമായി സധൈര്യം പറയുന്നുണ്ട്. അത് പലപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. താങ്കളൊരു ഔട്ട് സ്പോക്കണായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നും ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന നാമധേയം കേരളത്തിൽ അറിയപ്പെടുന്നത് അങ്ങയുടെ പ്രവർത്തനം കൊണ്ടാണ്. അങ്ങ് ഏറെ വർഷം ഇങ്ങോട്ട് ജനപ്രതിയായിരുന്നു. ഈ പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ എല്ലാവരും മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ഒരു പട്ടണമായിട്ടാണ് കാണുന്നത്. പക്ഷേ കൂട്ടിക്കലും ഏന്തയാറും ഒക്കെ ഉൾപ്പെടുന്ന, എരുമേലിയൊക്കെ ഉൾപ്പെടുന്ന ഏറെ കാർഷിക മേഖലകളും തോട്ടം മേഖലകളുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഇന്നോളം നടത്തിയ വികസനങ്ങളും ഇനി താങ്കൾക്കുള്ള സ്വപ്നങ്ങളും ഈ മണ്ണിനെക്കുറിച്ചുള്ള പദ്ധതികളും എന്ന് പറയാം. ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ ഒരു ഷെക്കൈനെ ചാനൽ 2 ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കംപ്ലീറ്റ്. ഞാൻ ഉണ്ടാക്കിയതിൽ അതൊന്നും ഈ പൂഞ്ഞാർ നീളത്തിലില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈരാറ്റുപേട്ട മാത്രം എടുക്കാം. ഈരാറ്റുപേട്ട ചെറിയൊരു പഞ്ചായത്തായിരുന്നു. അത് റോഡ് മുഴുവൻ വീതി കൂട്ടി ഓടാൻ കിട്ടാറി ഭയങ്കര വീതിയാക്കി. എന്നിട്ട് വില്ലേജ് ഓഫീസ് പുതിയതായിട്ടുണ്ടാക്കി. പുതിയ വില്ലേജ് ഇല്ലായിരുന്നു, പുതിയ ഈരാറ്റുപേട്ട വില്ലേജ്. ഈരാറ്റുപേട്ട ഇപ്പം 4 പുതിയ വില്ലേജ് ഉണ്ടാക്കിയിട്ട് പൂഞ്ഞാറ്റ്. അതാ രസം. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ്, കോടതി, സബ് ട്രഷറി, KSRTC ബസ് സ്റ്റാൻഡ്, ബ്ലോക്ക് ഓഫീസ് മന്ദിരം. ഞാൻ പറഞ്ഞ ചെയ്യാത്തൊന്നുമില്ല. നീരാറ്റുപേട്ട മുഴുവൻ നീരാറ്റുപേട്ട. ഇപ്പോൾ ബ്ലോക്ക് ഓഫീസ് മന്ദിരം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി എന്നുള്ള കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ദുഃഖം, ഇതെല്ലാം 5 കൊല്ലം കൊണ്ട് തകർത്തിരിക്കുന്നു. ഞാൻ 5 കൊല്ലത്തെ MLA പറ്റി കുറ്റം പറയാനല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു സത്യം, പൂഞ്ഞാർ നീളത്തിൽ ഞാൻ ഉദാഹരണം പറയാം. മുണ്ടക്കൈ ഗവൺമെൻറ് ആശുപത്രി 3 നില കെട്ടിടം പണിത് 7 ഡോക്ടർമാരുമായിട്ട് അത് ഉദ്ഘാടിച്ച ആളിപ്പം മന്ത്രിയാണ്, പീഡബ്ല്യു മന്ത്രി. ഇപ്പം ആലപ്പുഴ അമ്പലപ്പുഴ നിൽക്കുക സ്വതന്ത്രൻ. പിന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിയും കൂടെ ചേർന്ന് ഉദ്ഘാടിച്ചത്. 7 ഡോക്ടർമാരുണ്ടായിരുന്നു, നേഴ്സുമാരും സ്റ്റാഫും മുഴുവൻ എക്യുപ്മെൻസും ഉണ്ടായിരുന്നു. ഈയിടെ ഞാൻ പോയപ്പോൾ അത് പൂട്ടിക്കിടപ്പുണ്ട്. ചോദിച്ചപ്പോൾ ഡോക്ടറും ഇല്ല, ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാരെ NRH വെച്ചെന്ന് പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി, ബ്ലോക്ക് ഓഫീസ്. അവർ വന്നു വെച്ചാൽ അവർക്ക് നേഴ്സുമാരില്ല, പഞ്ഞി പോലും കിട്ടാൻ. പിന്നെ അവിടെ ഇരിക്കേണ്ടതന്നെ അവരവരുടെ വഴിക്ക് പോയി പൂട്ടിക്കിടക്കുക. എത്ര ക്രൂരമെന്ന് ആലോചിച്ച്. അതുപോലെ എല്ലാ ആശുപത്രിയും ഗതികേട്ട നമ്മുടെ ഇവിടുത്തെ പൂഞ്ഞാർ ആശുപത്രി. അവർ ഡോക്ടർ നല്ലവനാണ്. അതുകൊണ്ട് അങ്ങനെ വന്ന് മലപ്പുഴ ഇരുന്ന് കുറേ മരുന്നൊക്കെ എഴുതി കൊടുത്ത് പോകുന്നുണ്ട്. ഇതാണ് പൂഞ്ഞാർ ആശുപത്രി. മൊത്തം നമ്മുടെ നീളത്തിൽ എല്ലാ പഞ്ചായത്തിലും ആശുപത്രി ഗതി ഇതാണ്. കൂട്ടിക്കൽ മാത്രം 2 ആശുപത്രിയുണ്ട്, ഗവൺമെൻറ് ആശുപത്രി. പറത്താനത്തും കൂട്ടിക്കൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അതെല്ലാം പൂട്ടിക്കെട്ടി കിടക്കുക. ദുഃഖത്തിൻ്റെ ഒരു ചരിത്രം പറയാനുള്ളത്. ഞാൻ നോക്കിയിട്ട് ഇതിങ്ങനെ പോകുന്നത് എന്താ? ഒരു നാടിൽ ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വലിയ പ്രശ്നം, ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവുക. എന്നെ അലട്ടുന്ന പ്രശ്നം അതാ. അവരെ എങ്ങനെ തിരികെ കൊണ്ടുവരാം? തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള വേറെ മാർഗമൊന്നുമില്ല. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തൊന്നും അത് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ തൊഴിലവസരം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യാം? ടൂറിസം. ഇനിയിപ്പോൾ ടൂറിസത്തിലൂടെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെ ടൂറിസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ചിന്തയാണ് മുണ്ടക്കയം വാഗമൺ റോഡ് ടെൻഡർ ചെയ്ത് 35 കോടിക്ക് ടെൻഡർ ചെയ്ത് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി, കുറേ ഇടിഞ്ഞ് നശിച്ചു. പിന്നെ അതവിടെ കിടക്കുക. ആ ഇടിഞ്ഞ നശിച്ചതിന് 11.5 കോടി രൂപ അഡീഷണൽ എസ്റ്റിമേറ്റ് വെച്ച് അത് സാങ്ഷൻ ചെയ്ത് കൊടുത്തു. പക്ഷേ പണി നടക്കുന്നില്ല.
ഇപ്പോൾ ഒരു MLA ഉണ്ട്, അങ്ങേര് പറഞ്ഞു പണി തുടങ്ങിയെന്ന്. ഞാൻ ചെവിടുന്ന് വാഗമണ്ണിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇത് തലകുത്തിയാന്ന് പറഞ്ഞു. യേസ്, എന്തായാലും വീട്ടിൽ കാണാൻ ചെന്നു. എന്താ വാഗമണ്ണിൽ നിന്ന് വഴിക്കട വന്ന് പറഞ്ഞു. വഴിക്കട ആശ്രമമുണ്ട്. ആശ്രമത്തിനെ കുറിച്ച് മുരുകമ്മലയുണ്ട്, അതിനവിടെ വള്ളാപ്പാറയുണ്ട്, അത് തങ്ങൾ പാറ. അത് 3 സ്ഥലവും, ഒന്ന് കുരിശുമല, മുരുകമ്മല, ഹൈന്ദവരുടെ ക്ഷേത്രമാണ്. ഇപ്പം ക്ഷേത്രമില്ല. ഞാൻ അവിടെയുള്ള മുരുകമ്മല 25 ഏക്കർ SNDPക്ക് പതിച്ചു കൊടുത്തു. ഒരു ക്ഷേത്രം ഉണ്ടാവട്ടെ. ഉണ്ടായിട്ടില്ല, അവരുണ്ടാക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ള ഈ അള്ളപ്പാറ, അതായത് തങ്ങൾ പാറ, അവിടെ 3 ഹെക്ടർ, അതായത് 10 ഏക്കർ സ്ഥലം ഏന്തയാർ മുസ്ലിം പള്ളിക്ക് മഹലിൽ പതിച്ചു കൊടുത്തു. അങ്ങോട്ടൊക്കെ റോഡും ഉണ്ടാക്കി. ആ അള്ളാപ്പാറ റോഡിൽ 3 കിലോമീറ്റർ വരുന്ന ടാറിട്ട് നിന്നാണ് പോയി. അത് വീതി കുറച്ച് ടാർ ചെയ്യുന്നത്. അതാണ് ആ വാഗമണ്ണോട് പണി തുടങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ കളിപ്പിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? സത്യം പറഞ്ഞ് MLA മാരുണ്ടാകണ്ടേ, എന്തൊരു സങ്കടകരമാണ്. ഞാൻ ഈ പൂഞ്ഞാറിലിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പോയത് എവിടെ പോയി നിൽക്കും, അതുകൊണ്ടാണ് രണ്ടാമത് ഇറങ്ങി. ഞാൻ ഒരിക്കലും ഇനി ഇലക്ഷൻ രംഗത്തേക്കില്ല. രാഷ്ട്രീയമുണ്ട്, ഇലക്ഷൻ രംഗത്ത് ഇല്ല എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിന്നേ തീരുമെന്ന് പാർട്ടിയുടെ തീരുമാനം. പാർട്ടി തീരുമാനം ഞാൻ ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. എന്ന് മാത്രം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായി. നമ്മുടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഉന്നതരായ നേതാക്കളും വിളിച്ചതിനോട് നിൽക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും മതത്തിൻ്റെ മാത്രം പറഞ്ഞ് ശരിയല്ലോ. ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ അവരും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വകർമ്മജർ, അതിൻ്റെ മുഴുവൻ നേതാക്കന്മാർ എന്നെ വിളിച്ച് നിന്നേ പറ്റുമെന്ന് പറഞ്ഞു. കാരണം അവരെപ്പറ്റി സംസാരിച്ച് ആകെ ഒരാളെ ഇനി PCOറി വന്നിട്ട് വേണം ഞങ്ങളുടെ കാര്യം സഭയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തോന്നി. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും പറഞ്ഞപ്പോൾ അതൊരു ശരിയും തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നത്. സാറില്ല, ജയിക്കാൻ പറ്റും, വളരെ അനുകൂലമാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ വന്ന് സ്വീകരണം നൽകുന്നുണ്ട്. ഒരു വലിയ അനുഭവമാണ്. ഞാൻ ഇപ്പം 9 ഇലക്ഷൻ നിന്നു. 9 ഇലക്ഷൻ നിന്നപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതലുള്ള സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് കിട്ടുന്നത്. സത്യം പറയും. മറ്റേ ആളുകളൊക്കെ വരും, കൈ തന്ന് പോകുന്നുള്ളതല്ലാതെ 4 ഇടുന്നുള്ള അല്ലാതെ ഒന്നുമില്ല. ഇത് കെട്ടിപ്പിടിച്ച് വിടുകയല്ലെന്ന്, അതുപോലെ സ്നേഹമാണ് തരുന്നത്. അത് ആണും പെണ്ണും. എനിക്ക് ചിലപ്പോൾ നാണവും പെണ്ണുങ്ങളെ പറ്റും പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ കെട്ടിപ്പിടിക്കുന്നത്. അതായത് അത്ര ഒരു സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. അത് എന്നോടുള്ള ഹൃദയ ശുദ്ധി കൊണ്ടാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഒരു പഞ്ചായത്ത് വെച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ വില്ലേജ് ഞാൻ പറയില്ല, 3-4 വില്ലേജ് ഞാൻ പുതിയുണ്ടാക്കി. ഇനി ഒരു താലൂക്ക് കൂടെ ഉണ്ടാക്കണം. പൂഞ്ഞാർ കേന്ദ്രമായി താലൂക്ക്, ഇതാണ് എൻ്റെ ലക്ഷ്യം. അത് നടക്കുന്ന വിശ്വാസം. കാരണം ഈരാറ്റുപേട്ട കേന്ദ്രമായി പൂഞ്ഞാർ താലൂക്ക് എന്ന് പറഞ്ഞൊരു ഫയൽ 81 മുതൽ കിടപ്പുണ്ട്. അതന്ന് CPI-കാരനായ വൈക്കംകാരൻ ശ്രീനിവാസൻ റവന്യൂ മന്ത്രിയാണ്. അങ്ങനെ ഇവിടെ വരിക എന്നോട് പരിചയമായിരുന്നു. MLA ആകുന്നതിന് മുമ്പ് തന്നെ. വെളിയത്ത് കാക്ക ഉണ്ടായിരുന്നു. ഇവിടെ കാക്കായുമായിട്ടും വലിയ അടുപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു താലൂക്കിന് ഇവിടുത്തെ പുള്ളി ഫയലാക്കിയതാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹം അന്ന് താലൂക്ക് ആക്കിയത്. ഇപ്പോൾ അത് താലൂക്കെല്ലാം ഫയൽ മുങ്ങിക്കിടക്കുക. ഇപ്പോൾ ഇനി എൻ്റെ ആഗ്രഹം അതാണ്, ഒരു താലൂക്ക് പുതിയതുണ്ടാക്കണം. എല്ലാം ശരിയാകും. താലൂക്ക് ഉണ്ടാക്കണം. ഞാൻ ഇത്തവണ നോമിനേഷൻ കൊടുക്കാൻ പാലായ്ക്ക് പോകേണ്ടി വന്നു. എന്താ കാര്യം? കേരളത്തിൽ ഏറ്റവും വലിയ നിയോജകമണ്ഡലമായ പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ പമ്പ മുതൽ വാഗമണ്ണ് വരെയുള്ള സ്ഥലത്ത് ഒരു നല്ല റവന്യൂ ഓഫീസില്ല. താലൂക്ക് ഓഫീസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് എൻ്റെ പൂഞ്ഞാറ്റിൽ തന്നെ നോമിനേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പൂഞ്ഞാറുകാരായ ഞങ്ങളെല്ലാം പാലാക്കാരൻ്റെയോ കാഞ്ഞിരപ്പുകാരൻ്റെയോ അടുത്തോ നോമിനേഷൻ കൊടുക്കേണ്ട ഗതിയാണ്. ഞങ്ങൾക്ക് അപമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ താലൂക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഫോറസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ മേഖലയിൽ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം ഈ വന്യമൃഗശല്യമാണ്. വ്യാപകമാണ്. കോരുത്തോട്, എരുമേലി, പാറത്തോട്, കൂട്ടിക്കൽ, ഈ മേഖലയിലൊക്കെ വലിയ തോതിൽ ഈ കന്യമൃഗ ശല്യം ഉണ്ടാകുന്നുണ്ട്. ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൗരോർജ്ജ വേലി ഉണ്ടാക്കിയത് അതെല്ലാം തകർത്ത് കളഞ്ഞു. ഇതിനെന്ത് ചെയ്യാനാണ്? എന്നാലും മൃഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് വില കൊടുത്തും വന്യമൃഗശല്യത്തിൽ നിന്ന് കേരളത്തിൽ ഈ കുഞ്ഞാറ്റിലെ ജനങ്ങളെ രക്ഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് എന്നാ വില കൊടുക്കണോ എന്ത് വിലയും കൊടുക്കും, ഒരു വിട്ടുവീഴ്ചയില്ല.
അതുപോലെ നമ്മുടെ നീവളത്തിൽ പട്ടയമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അതായത് ഇപ്പോൾ അന്ന് കോരുത്തോട് മേഖലയിൽ മാത്രം 2000 പട്ടയം എഴുതി വെച്ചതാണ്. കോരുത്തോട്, പാറത്തോട്, കൂട്ടിക്കൽ മേഖലയൊക്കെ പട്ടയം കിട്ടാറുണ്ട്. ഒരു 3000 പേർക്ക് പട്ടയം കിട്ടാറുണ്ട്. ഇത്തവണ പട്ടയം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. കാരണം കൊച്ചുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ, ഒരു പെൺകൊച്ചിനെ കെട്ടിക്കണമെങ്കിൽ പട്ടയമില്ലാത്ത ഭൂമി കൊണ്ട് ബാങ്കുകാരും പിടിക്കുകയില്ല. കാര്യം 10 കൊല്ലമായിട്ട് എൻ്റെ 5 ഏക്കർ സ്ഥലമുണ്ട്, പല തന്നെ പട്ടയമില്ല, കിട്ടുകയില്ല. വേറെ 5 ഏക്കർ കൊണ്ട് പട്ടയം കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ലക്ഷങ്ങൾ അവർക്ക് ഉണ്ടാകും, കടമായിട്ട് കിട്ടും. അതെല്ലാം തടയപ്പെട്ടിരിക്കുക. അതിനൊക്കെ മാറ്റം വരുത്തണം. അങ്ങനെ നല്ലവണ്ണം പോകാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഓർത്തപ്പോൾ ചോദിക്കട്ടെ, ഈ പ്രളയത്തിലേറെ 13ഓളം ജീവനുകൾ പൊലിയുകയും ഏറെ വീടുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത പ്രദേശമാണല്ലോ നമ്മുടെ ഏന്തയാർ കൂട്ടിക്കൽ പ്രദേശം. അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഈ ഇപ്പോഴത്തെ നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്, മുഖ്യമന്ത്രി മുണ്ടക്കയത്ത് വന്നിട്ട് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വരാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിനോ അവിടുത്തെ വികസന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനൊന്നും അവർക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സത്യത്തിൽ ഒരു വീട്ടിൽ 7 പേരാണ് മരിച്ചുപോയി. ഞാൻ അതിലെ പോകുമ്പോൾ അവിടെ നോക്കി നിൽക്കാറുണ്ട്. ഒരു കുടുംബം മുഴുവൻ വെള്ളത്തിൽ പോകുമായിരുന്നു. അവിടെ അത് മാത്രമല്ല, പിന്നെ നാട്ടുകാരുടെയും പള്ളിയുടെയും ഏന്തയാർ പള്ളിയുടെയും പിന്നെ മറ്റേ വിവിധ SNDP NSS അവിടെയൊക്കെ സഹായത്തോടെ കുറേയേറെ വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പള്ളി അക്കാര്യത്തിൽ ഏന്തയാർ പള്ളി വളരെ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു എന്നത് സന്തോഷമുണ്ട്. ഇനിയും പ്രളയത്തിൻ്റെ ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏന്തയാറിലെ പാലം പോയിട്ട് ഈയിടെ പാലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കാശ് കൊടുത്തതാണ് പാലം പണിയാൻ. അത് ഇതുവരെ 5 കൊല്ലമായിട്ട് ആ പാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കിളങ്കാട് ഒരു പാലം നിർമ്മിച്ചത് പീരുമേട് MLA കൂടെ കൂടിക്കൊണ്ടാണ്. ഞങ്ങൾ 2 പേരും ചേർന്ന്, നമ്മുടെ ബിജുമോളായിരുന്നു. അത് പണി കഴിഞ്ഞു. പക്ഷേ ഏന്തയാറിൽ ഇപ്പോഴും പൂർണ്ണമായ തോതിൽ പണി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വേറെയും പല പാലങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടാക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇലക്ഷന് ശേഷം അതിനെപ്പറ്റിയെല്ലാം സീരിയസ് ആയി പഠിക്കും, ഒരു സംശയം വേണ്ട. അതുപോലെ ഈ ആൾക്കാർക്ക് ഈ അന്ന് ഈ പ്രളയത്തിൽ നാശനഷ്ടം വന്നപ്പം പൂർണ്ണമായിട്ട് നാശനഷ്ടം വന്നില്ല. എന്നാൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വീട് താമസയോഗ്യമല്ല എന്ന് എഴുതി കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ആ പുതിയൊരു വീടും സ്ഥലവും കിട്ടത്തുമില്ല. നിലവിലുള്ള വീട്ടിൽ താമസിക്കാനും കഴിയുന്നില്ല. മറ്റൊരിടത്ത് മാറി താമസിക്കാനുള്ള വരുമാനവും ഇല്ല. അവരുടെ പ്രശ്നങ്ങളൊന്നും ഇടപെടാൻ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ യാതൊരു മനസ്സാക്ഷി നിങ്ങൾ ഓരോന്ന് എഴുതി കൊടുക്കും. മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കണ്ടേ? ആ വേദനയ്ക്ക് പരിഹാരം എന്തെന്ന് ചിന്തിക്കട്ടെ? അതിനൊരു ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന് വേണ്ടി ജീവിച്ചാൽ മതിയോ? ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഇവർ സേവനം ചെയ്യുന്നത്. ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത്, അല്ലാതെ ഗവൺമെൻറ് അല്ല. അത് മനസ്സിലാക്കാതെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്ത് ചെയ്യാം? അവരൊക്കെ നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. പക്ഷേ ഒരു കാര്യമാണ്, പ്രളയ ദുരന്തം സംഭവിച്ച ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം കിട്ടാത്തവർക്ക് മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തും. അതിന് പ്രത്യേക കോൺഫറൻസ് തന്നെ നടത്തും, ഉറപ്പാണ്. സംശയമൊന്നും വേണ്ട. അങ്ങിപ്പം പ്രദാനം ചെയ്യുന്നത് BJP ആണ്. രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. വികസിത ഇന്ത്യ എന്നൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും വികസിത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം ദേശീയ ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യം ഉയർത്തുന്നത്. പക്ഷേ പലപ്പോഴും ഈ ന്യൂനപക്ഷ വിരുദ്ധരാണ് BJP എന്നൊരു പറച്ചിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ BJP ഒരു ന്യൂനപക്ഷ വിരുദ്ധരാണോ അതോ വികസന വിരുദ്ധരാണോ? ഞാൻ ചിരി വരുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്നതിന് യാതൊരു ന്യായം, എന്തെങ്കിലും ഒരു ന്യായം വേണ്ട പറയുന്നതിന്. ഞാനൊരു നല്ല ഒന്നാന്തരം റോമൻ കത്തോലിക്കനാണ്. എനിക്ക് ഇതിപ്പോൾ ഒരു അംഗീകാരം വേറെ ഒരു പാർട്ടിയിൽ നിന്നിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ മകൻ പാർട്ടി ഞാൻ ചേർന്ന് കൊടുത്ത ആൾ ചേർന്ന് അവൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിപ്പോൾ, ക്രിസ്ത്യാനിയല്ലേ അവൻ. പിന്നെ ഇവർ പറയുന്നത് ക്രിസ്ത്യാനിക്ക് വിലയില്ലെന്നാണ്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ ചിന്തയാണ്. ഇവിടെ BJP വരാതിരിക്കാൻ വേണ്ടി നടന്ന കള്ളപ്രചരണം മാധ്യമങ്ങളും കൂടിക്കൊടുക്കുന്നു. ഈ മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും കൂടിയിട്ടും ഇവിടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഒറ്റയ്ക്ക് പിടിച്ചു. വളരെയേറെ പഞ്ചായത്തിൽ ഇത്തവണ BJP കിട്ടി. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് 4 എണ്ണം ഉണ്ട് ഇവിടെ. അങ്ങനെ വളരെ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതൊന്നുമില്ല, ഒരു പിന്തുണയില്ലാതെ. യാതൊരു സംശയമില്ല, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കുറേയേറെ MLA നിയമസഭ ചെല്ലും. ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. പിന്നെ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ,
BJPയുടെ പകുതി MLA-മാർ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി പറയാമോ? മുസ്ലിം MLA-മാർ BJPയിലുള്ളതിൻ്റെ പകുതി MLA-മാരെങ്കിലും ഉള്ള പാർട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സമ്മതിച്ചേക്കാം. വെറുതെ അടിക്കില്ലേ. ക്രൈസ്തവ MLA 256 ക്രൈസ്തവ MLA-മാരല്ല, അത് കേട്ടോണം. 5 സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളിടത്ത് ഭരണം നടത്തുന്നത് BJP-യാണ്. എന്ന് മാത്രം നാഗാലാൻഡ് ഉൾപ്പെടെ ക്രിസ്ത്യാനികൾ വല്ലതും ഉണ്ടോ അവിടെ ഭരണം നടത്തുന്നത് മാത്രമല്ല BJP-യുടെ മുഖ്യമന്ത്രിയാണെന്ന് മാത്രമല്ല അവരൊക്കെ ക്രിസ്ത്യാനികളുമാണ്. എന്നിട്ട് ഇവിടെ വന്ന് ഈ മണ്ടന്മാർ പറയുക ക്രിസ്ത്യാനിക്ക് വിലയില്ല, ക്രിസ്ത്യാനി BJP പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം 5 എണ്ണം ഉണ്ട് ക്രിസ്ത്യാനികൾ BJP-ക്കകത്ത്. എന്ത് വൃത്തികേടും പറയും. ഇവിടുത്തെ പത്രങ്ങളും കൂടെ കൂടുമല്ലോ. ഈ ആനുകാലികമായിട്ട് ചില ഈ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ചില വിഭാഗങ്ങൾ അതിനകത്ത് തീവ്രമായ മതങ്ങളെ പറയുന്നില്ല, ചില തീവ്ര വിഭാഗങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടോ അതോ പൂർണ്ണ പിന്തുണ തരുന്നില്ല? ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ട് ഇന്ന് വരെ ദേശീയ സംസ്ഥാന പാർട്ടി നേതാക്കന്മാർ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയല്ലാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? ഞാൻ പറയുന്ന പോലെ വേറെ ആരെങ്കിലും പറയാറുണ്ടോ? ഇതുവരെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുള്ളതല്ലാതെ എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ വളരെ ശക്തമായി ഒരു ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായം പറയുന്നയാളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിമർശിക്കണ്ടേ. പാർട്ടി ഒന്ന് പ്രോത്സാഹനമാണ് നൽകുന്നത്. പിന്നെ അതിനെ കുറ്റപ്പെടുന്നത് സുഖമുള്ളവർ നടത്തിക്കോട്ടെ, അത്രയും. നമ്മുടെ നിലപാടുകൾ ഉറച്ചു പറയാനുള്ള എല്ലാ പിന്തുണയും പാർട്ടി തരുന്നുണ്ട്. എല്ലാ പിന്തുണയും നല്ല എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട്. വളരെ മാന്യമായ സമീപനമാണ് ഉറപ്പായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഫണ്ടുകൾ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പൂഞ്ഞാറിനൊരു വലിയ വികസനം എന്ന ഒരു സങ്കല്പവും സ്വപ്നവും അങ്ങയുടെ മനസ്സിലുണ്ടോ? പൂഞ്ഞാറ് മാത്രമല്ലല്ലോ, കേരളത്തിലേക്ക് BJP-യുടെ ശക്തി തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചോദിക്കാൻ ആളില്ലല്ലോ, തന്നാൽ മേടിക്കാൻ ആൾ വേണ്ടേ? ഒരു ഉദാഹരണം പറയാം. ആയുഷ്മാൻ പദ്ധതി, അല്ല 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുക. അത് ഏത് സമ്പന്നനാണെങ്കിലും വേണ്ടത്, സാമ്പത്തികം ഇല്ലാത്തവനാണ് എല്ലാവർക്കും കൊടുക്കാം. അപ്പം ഞാൻ 70 വയസ്സ് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുമ്പോൾ ആ ഫണ്ട് എൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉപയോഗിക്കാം. ഏത് ആശുപത്രിയിലും പോയി ചികിത്സിക്കാം. മനസ്സിലാക്കണം. ആ പദ്ധതി കേരളം നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കാത്ത ബംഗാളും കേരളവും തമിഴ്നാടും 3 സംസ്ഥാനം നടപ്പാക്കുകയില്ല. നമ്മളെന്നാ ചെയ്യും? കേന്ദ്ര ഗവൺമെൻറ് പോലും ചെയ്യാൻ പറ്റുമോ? ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്ന നിലയിൽ അത് എന്ത് ചെയ്യാനാണ്? ഞാൻ അതിൻ്റെ കണക്ക് നോക്കി. ഇവിടെ ആ പദ്ധതി നടപ്പാക്കാൻ 3900 കോടി രൂപ വേണം സംസ്ഥാന ഖജനാവിൽ. അത് കൊടുക്കാതെ ഇരിക്കുന്ന പിണറായി കഴിഞ്ഞ ദിവസം ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറയും, പിണറായി ഉണ്ടാക്കിയ സൊസൈറ്റിയാണ് കണ്ണൂരുള്ള. അവരെ PWD വർക്കിനുണ്ടാക്കി. ഇപ്പോൾ എല്ലാവർക്കും അവരാ. IT കമ്പനി വരെ അവരായി. മുഖ്യമന്ത്രി അതിൻ്റെ രക്ഷാധികാരി. മനസ്സിലായി? അതിന് 60,000 കോടി രൂപ എന്ന് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി പോലിരിക്കുന്ന ഊരാളുങ്ങളിൽ പിണറായി വിജയൻ 60,000 കോടി രൂപ കൊടുത്തു. ഇവിടെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി 3900 കോടി രൂപ കൊടുക്കാനില്ലതാണ്. ഇതുപോലെ ധാർഷ്ട്യമോ അഹങ്കാരമോ നടക്കുന്ന ഇയാളെപ്പറ്റി എന്തോ പറയാനാണ്? വേറൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് പറയാനുള്ളത്. എന്തായാലും ഉറച്ച നിലപാടുകളോടെ പൊതുസമൂഹത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു സംശയം വേണ്ട.